നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് നല്ല പാട്ടുകൾ നല്ല സോങ്ങുകൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം അനുഭവിക്കുന്നത്, കേൾക്കുന്നതല്ല അനുഭവിക്കുന്നത്. അത് വിഷ്വലി ആയിരുന്നാലും നമ്മളെ കേൾവിയിലൂടെ ആയിരുന്നാലും കുറേ നിങ്ങൾക്ക് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, മലയാളികൾ ഇഷ്ടപ്പെടും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അത് എഴുതിയ രമേശ് ചേട്ടൻ എനിക്ക് സന്തോഷം കൊണ്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര എടുത്ത എഫേർട്ട് അത് സക്സസ് ആവുമെന്ന് ഞാൻ കരുതുന്നു. അഷ്ടനാഗളം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഒറിജിനൽ സർപ്പക്കാവിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്, ഒറിജിനൽ കാവിൽ വെച്ച്. അപ്പോൾ ആ ഒറിജിനൽ കാവിൽ വെച്ച് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ശുദ്ധവും വൃത്തിയും ആചരണങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തത്. എല്ലാവരും വ്രതമെടുത്ത്, നായികയായിരുന്നാലും യൂണിറ്റിലുള്ള പയ്യന്മാർ വരെ പക്ക മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് സ്ത്രീകളുടെ മറ്റ് അശുദ്ധി അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഒരാളെപ്പോലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. അത് ഉണ്ടെങ്കിൽ ശുദ്ധം ഉണ്ടെങ്കിൽ മാത്രമേ കയറണ്ടൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിന്ന് സർപ്പക്കാവിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. എല്ലാം ആ ഒരു ഗ്രാമീണ അന്തരീക്ഷം കിട്ടാൻ വേണ്ടി തന്നെയാണ്. സിനിമയാണെങ്കിൽ ഞങ്ങൾക്ക് ആ കളം വരയ്ക്കാൻ 1,00,000 രൂപ വേണം. അതെ, സ്ക്രിപ്റ്റ് വായിക്കണം, ഷൂട്ട് എവിടെയാണെന്ന് അറിയണം, ലൊക്കേഷൻ വന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു അവതരണ അനുമതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മനസ്സിൽ തോന്നുന്നൊരു സംഭവത്തെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി കേരളത്തിൽ ഒരു മാറ്റം വന്നോ എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ട്. കാരണം വിജയ് തമ്പി സാറ് ഒരു പാർട്ടിയല്ല, ഒരു സംഘടനയെ പ്രതിനിധീകരിച്ചുള്ള സംസ്ഥാന പ്രസിഡൻ്റാണ്. വിശ്വ ഹിന്ദു പരിഷത്ത്. ഞങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻ്റ് അല്ല, വിജയ് തമ്പി എന്നുള്ള നടനെയാണ്. പക്ഷേ പുള്ളി സീനിൽ നമ്മൾ പോലും അറിയാതെ ഉപയോഗിച്ച ഡ്രസ്സ് കാവ്യായിപ്പോയി. അത് ഞങ്ങളെ തെറ്റില്ല. അല്ല, അത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, പുള്ളുവ സമുദായക്കാരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളതിനെ കണ്ടത്. ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരാൾ കാവ്യ വസ്ത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ കാവ്യ ഡ്രസ്സ് ഇടുക എന്നുള്ളത് വേറെ ഒരു ക്ഷേത്രാചാര വിരുദ്ധമോ അല്ലെങ്കിൽ ഒന്നുമല്ല. പക്ഷെ അതിനെപ്പോലും സിനിമയെ തന്നെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി എന്നാണ് ഞങ്ങൾ നേരിട്ടു. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, പത്രത്തിലൊക്കെ വാർത്ത വന്നായിരുന്നു. അത്തരം അറ്റാക്കുകൾ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് അതിനെ നേരിടും. സമൂഹത്തിനോട് ചോദിക്കേണ്ട ഒരേ ഒരു കാര്യം, നമുക്ക് സിനിമയിൽ ജാതി വർഗങ്ങളൊന്നും പാടില്ല. കാരണം വെച്ചാൽ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം പാടില്ല. മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയാൽ അത് വേറൊരു രീതിയിൽ, മോഹൻലാലിൻ്റെ ഇറങ്ങിയാൽ വേറൊരു രീതിയിൽ, ഞങ്ങൾ കാവ്യത്തുണി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വേറൊരു രീതി. മായമ്മ എന്ന മൂവിയിലെ ഡയറക്ടറും DOPയും ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് നമ്മുടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ നമ്മുടെ സിനിമ ജൂൺ 7 റിലീസിന് ഒരുങ്ങുകയാണ്. എന്തൊക്കെ നമ്മുടെ സിനിമ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തുടങ്ങിയത് മുതൽ ഇപ്പം ജൂൺ 7 റിലീസ് നിശ്ചയിച്ച് ഈ നിമിഷം വരെയും വളരെ നല്ല ദൈവാധീനത്തിൻ്റെ മാത്രം ബേസിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പിന്നെ ഏകദേശം ഒരു 3.5 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് നടന്നു തുടങ്ങിയിട്ട്. അങ്ങനെ പിച്ച വെച്ച് ഈ ഒരു പൊസിഷനിലെത്തി നിൽക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്. നേരത്തെ കുറച്ച് ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലൊരു സിനിമ എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ആയിട്ടുള്ള അദ്ദേഹമായിട്ട് ഞാനത് ഷെയർ ചെയ്തപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല, എല്ലാത്തിനും കൂടെ ഉണ്ട് എന്നാണ്. അപ്പോഴും പിന്നെ നമ്മൾ രണ്ടുപേര് മാത്രം പോരല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെല്ലാം കൂടെ അനിൽ സാറിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അനിൽ സാറ് ധൈര്യമായിട്ട് ഇറങ്ങുക. പിന്നെ പഴയൊരു പുലിയാണ്, പഴയല്ല ഇപ്പോഴും പുലി തന്നെയാണ്. പിന്നെ പണ്ട് ഒരുപാട് സീരിയലുകൾ ചെയ്ത് പിന്നെ നമ്മുടെ അനിൽ ബാബു സാറിൻ്റെ ചീഫ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങളെക്കാളൊക്കെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയറായിട്ടുള്ള ആളാണ്. അപ്പം ഞങ്ങൾ പേഴ്സണലായിട്ട് ചേട്ടനും ഒക്കെയാണ് വിളിക്കാറെങ്കിൽ പോലും നമ്മൾ ഒഫീഷ്യലായിട്ട് ഇപ്പോഴും സാർ എന്ന് തന്നെ വിളിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട ധൈര്യങ്ങൾ തന്ന് ഇതാക്കി മുമ്പോട്ട് നീങ്ങിയപ്പോൾ പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഒരു അസുഖം എനിക്ക് നേരത്തെ ഉണ്ട്. അപ്പം ഞാൻ ആൾറെഡി ഒരു
സബ്ജക്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നവീനായിട്ട് ഷെയർ ചെയ്തു, സംസാരിച്ചു. അത് കഴിഞ്ഞ് സാറുമായിട്ട് ഷെയർ ചെയ്തു, സംസാരിച്ചു. അപ്പം ഓക്കെ, നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ അടുത്ത ഘട്ടം എന്താണ്? സാമ്പത്തികം. അതെവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു 5-6 സുഹൃത്തുക്കൾ ചേർന്ന് പിന്നെ കുറച്ച് പൈസ വീതമൊക്കെ ഷെയർ ചെയ്ത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി. അങ്ങനെ പിന്നെ മായമ്മ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു സുഹൃത്ത്, കോമൺ സുഹൃത്ത് രാജശേഖരൻ നായർ എന്നുള്ളൊരു വ്യക്തിയാണ് അതിൽ മുൻകൈ എടുത്ത് നിങ്ങൾ ചെയ്തോ, ഞാൻ പുറകിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് പുള്ളിയുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ എന്നല്ല, കൂട്ടായ്മയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ നല്ല 4 പാട്ടുകളുണ്ട്. അപ്പോൾ അത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള പാട്ടുകളാണ്. ലിറിക്സും എല്ലാം ഞാനല്ല, 3 സോങ് ഞാനാണ് എഴുതിയത്. പിന്നെ ഒരു സോങ് എഴുതിയത് നമ്മുടെ തന്നെ ഒരു സുഹൃത്താണ്, ഒരു ഉമേഷ് എന്നുള്ളൊരു കക്ഷി. ഒരു നാവൂർ പാട്ട്, ഒരു പുള്ളുവൻ പാട്ട്, ഒരു അഷ്ടനാഗക്കളം പാട്ട്, പിന്നെ ഒരു ലവ് സോങ്. അതൊരു സെമി ക്ലാസിക്കൽ സോങ്ങാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചതിൻ്റെ അനുഭവം അദ്ദേഹം പറയും. പിന്നെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതിൻ്റെ കഥ അനിൽ സാറ് പറയും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പം നവീന് പറയാനുള്ള എന്താണെന്നുള്ളത് കാത്തുന്നു. ഓക്കെ. അല്ല, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സ്ക്രിപ്റ്റിൻ്റെ തുടക്കം മുതൽ, കഥ ഉണ്ടാക്കുന്നത് മുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുക്കുമൂലയെല്ലാം എനിക്കറിയാമായിരുന്നു, കാണാപ്പാടമായിരുന്നു. അപ്പം പുള്ളി ഒരു സംഭവം പറയുമ്പോൾ തന്നെ എനിക്ക് ഇന്നതാണ് സാധനം, നമ്മളത് അപ്പോൾ തന്നെ മനസ്സിലാവുന്നു, കണക്റ്റായി. പിന്നെ അതിൻ്റെ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ പഴയ കാലഘട്ടമാണ്. അപ്പോൾ അത് നമ്മൾ കുറേയൊക്കെ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യേണ്ടി വരും. ഫ്രെയിം വെക്കുമ്പോൾ അതിൽ പുതിയ സാധനങ്ങളൊന്നും വരാൻ പാടില്ല, മൊബൈൽ വരാൻ പാടില്ല. എന്നിട്ട് മൊബൈൽ വന്നു, അത് നമ്മൾ മായ്ക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അതായത് ഈ മൊബൈൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ കുറേ കൂടെ പഴയ കാലഘട്ടമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് കിട്ടിയ വീടുകളൊക്കെ ടൈലിട്ട വീടുകളായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാലഘട്ടം കുറച്ച് മുന്നിലേക്ക് മാറ്റി. അതിൽ അപ്പം അങ്ങനെ ഞാനെന്താ പറഞ്ഞത്, സ്ക്രിപ്റ്റിൻ്റെ മൊബൈലിന് തൊട്ട് മുമ്പേയുള്ള കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഫ്രെയിമുകൾ വെക്കുമ്പോൾ അപ്പോൾ നമുക്കത് കുറച്ച് നോക്കി കണ്ടുമൊക്കെ ചെയ്യേണ്ടി വന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ പടങ്ങളിലൊന്നും ഈ പഴയ ഈ പാടവും അങ്ങനത്തെ കാവുകൾ, അമ്പലം, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പം പുതിയ തലമുറയ്ക്കൊന്നും അത് അറിയില്ല. അപ്പോൾ അവർക്കത് കാണാനുള്ളൊരു അവസരം കൂടിയാണ് നമ്മുടെ ഈ സിനിമ. നമ്മളങ്ങനെയുള്ള ലൊക്കേഷനുകൾ കണ്ടെത്തി, വർക്കലയും ഭാഗത്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ സിറ്റുവേഷൻ, അമ്പലത്തിലെ കാവ്, നാഗക്കളം, ഇതൊക്കെ പഴയ തലമുറയ്ക്ക് അറിയാം. കുറേ ഫാമിലീസിന് നന്നായിട്ട് അറിയാമെന്നുള്ള ആൾക്കാർ, പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ കൂടെ അവർക്ക് കാണാനൊരു അവസരം കൂടിയാണ്. അങ്ങനെ ഉദ്ദേശിച്ച് നല്ലതായിട്ട് ചെയ്തു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അതെ, എനിക്ക് പറയാനുള്ളത്, ഇവർ ഇങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് വന്നു സമീപിച്ചു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളെ സബ്ജക്റ്റ് പഴയ ഒരു കാലഘട്ടത്തിൻ്റെതാണ്. കാരണം ഇപ്പോഴത്തെ ന്യൂജൻ സിനിമയുടെ ഒരു അവസ്ഥയിലല്ല നമ്മൾ നിൽക്കുന്നത്. അതാദ്യം നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് അവർ മനസ്സിലാക്കാൻ തയ്യാറായിരുന്നു. കാരണം വെച്ചാൽ അവർ പറയുന്ന സബ്ജക്റ്റിനെ പറ്റി രമേശ് ചേട്ടൻ്റെ കൃത്യമായ ബോധം ഉണ്ടായിരുന്നു. ഓരോ ഡയലോഗിനെ പറ്റിയും കൃത്യമായൊരു ബോധം ഉണ്ടായിരുന്നു. അപ്പം നവീനാണെങ്കിൽ കൃത്യമായിട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആദ്യമേ വർക്കൗട്ട് ചെയ്തു. പിന്നെ അപ്പം എനിക്ക് ജോലി എളുപ്പമായി. പിന്നെ കാരണം വെച്ചാൽ പിന്നെ നമ്മളിത് ചെയ്യാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലി ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലോട്ട് തന്നെ പോയി. അപ്പം അത്രയും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തതും. അത് ലൊക്കേഷനായിരുന്നാലും ഇതിലെ ഏത് കാര്യവും, കാരണം ഒരു A to Z ഒരു സിനിമ എങ്ങനെ ചെയ്യണം എന്ന് സത്യത്തിൽ നമ്മൾ തന്നെ ചെയ്തു. ഞങ്ങൾ ഇനി ഒരാളുകളുണ്ട്, റാഫി എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടറുണ്ട് നമ്മളുടെ. ഇദ്ദേഹം ഞങ്ങൾ 4 പേര് അത്രയും കഷ്ടപ്പെട്ടു.
അതിൻ്റെ റിസൾട്ട് ദൈവം തരും എന്നുള്ള അവിടെ അതെ ഇപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് നല്ല പാട്ടുകൾ നല്ല സോങ്ങുകൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം അനുഭവിക്കുന്നത്, കേൾക്കുന്നതല്ല അനുഭവിക്കുന്നത്. അത് വിഷ്വലി ആയിരുന്നാലും നമ്മളെ കേൾവിയിലൂടെ ആയിരുന്നാലും കുറേ നിങ്ങൾക്ക് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, മലയാളികൾ ഇഷ്ടപ്പെടും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അത് എഴുതിയ രമേശ് ചേട്ടൻ എനിക്ക് സന്തോഷം കൊണ്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര എടുത്ത എഫേർട്ട് അത് സക്സസ് ആവുമെന്ന് ഞാൻ കരുതുന്നു. ഈ സിനിമയിൽ ഇപ്പോൾ കുറേ പാട്ടുകളുണ്ടെന്ന് എല്ലാം നമ്മളെന്താ കേട്ട് മറന്ന ഒരുപാട് പണ്ട് കാലത്തുള്ള, അപ്പം എന്തുകൊണ്ടാണ് അങ്ങനത്തെ പാട്ടുകൾ ചൂസ് ചെയ്യുന്നത്? അത് സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അങ്ങനെ ഒരു പാട്ട് വന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു പുള്ളുവ പെൺകുട്ടിയും നാടോടിയായിട്ട് അലഞ്ഞ് ഈ അമ്പലങ്ങളിലും കാവുകളിലും പഴയകാല മനകളിലൊക്കെ ഈ നവോറ് പാട്ടും പുള്ളുവൻ പാട്ടും ഒക്കെ പാടി നടക്കുന്ന ഒരു അച്ഛനും മകളും. അവർ ഒരു സന്ദർഭവശാൽ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടുത്തെ അമ്പലത്തിലെ പൂജാരി നമ്പൂതിരി യുവാവുമായിട്ട് ഈ മായമ്മ എന്ന പുള്ളുവ പെൺകുട്ടി പ്രണയത്തിലാവുകയും തുടർന്ന് അത് സംബന്ധിച്ച് ആ പെൺകുട്ടിക്ക് സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ അങ്ങേയറ്റം എത്തിപ്പെട്ട് അവളുടെ സ്ത്രീത്വത്തിനെ വരെ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് അവൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സംഭവമാണ് ഇത് വരുന്നത്. അത് പക്ക ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഇല്ലത്തിൻ്റെയും കാവിൻ്റെയും കുളത്തിൻ്റെയും അമ്പലത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ പാട്ടുകളും ഗ്രാമീണ പശ്ചാത്തലത്തിലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ട്രഡീഷണലായിട്ടുള്ള പുള്ളുവൻ പാട്ട്, ട്രഡീഷണലായിട്ടുള്ള നവോറ് പാട്ട്, അഷ്ടനാഗക്കളം പാട്ട്. അഷ്ടനാഗക്കളം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഒറിജിനൽ സർപ്പക്കാവിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്, ഒറിജിനൽ കാവിൽ വെച്ച്. അപ്പോൾ ആ ഒറിജിനൽ കാവിൽ വെച്ച് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ശുദ്ധവും വൃത്തിയും ആചരണങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തത്. എല്ലാവരും വ്രതമെടുത്ത്, നായികയായിരുന്നാലും യൂണിറ്റിലുള്ള പയ്യന്മാർ വരെ പക്ക മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് സ്ത്രീകളുടെ മറ്റ് അശുദ്ധി അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഒരാളെ പോലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. അതുണ്ടെങ്കിൽ ശുദ്ധം ഉണ്ടെങ്കിൽ മാത്രമേ കയറണ്ടൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിന്ന് സർപ്പക്കാവിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. എല്ലാം ആ ഒരു ഗ്രാമീണ അന്തരീക്ഷം കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേ ആ പാട്ടും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ റിസൾട്ട് ഇപ്പം ആക്ച്വലി നമ്മളെ മില്ലേനിയം ഓഡിയോസാണ് നമ്മുടെ സോങ് എടുത്തിട്ടുള്ളത്. ഒരു യൂട്യൂബിൽ ഇപ്പോൾ നല്ല രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഷ്ടനാഗക്കളം നമ്മൾ അതിൻ്റെ ആ ഒരു അഷ്ടനാഗക്കളം ഇടുന്നതിന് ഒരു ക്രമമുണ്ട്, അതേ ക്രമം. അപ്പോൾ ആ നമ്മൾ ഷൂട്ടിന് ഉപരി ആ അമ്പലത്തിലൊരു യഥാർത്ഥ ഉത്സവമാണ് നമ്മളവിടെ നടത്തിയത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഒരു ദിവസത്തെ ഉത്സവം ഞങ്ങൾ നടത്തുകയാണ്. അത് ഒരമ്പലത്തിൽ എങ്ങനെ ചെയ്യണോ അതേ പ്രകാരം, ക്രമം തെറ്റാതെ. അപ്പോൾ അത് ഉത്സവം ഞങ്ങൾ നടത്തി, അല്ലാതെ ഞങ്ങൾ ഷൂട്ട് എന്നുള്ളതല്ല. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഓരോ മറ്റ് സീനുകളും ചെയ്യുന്ന സമയത്തും ലൊക്കേഷനിലുള്ള ഓരോരുത്തരും ഇന്ന ജോലിയെ ചെയ്യൂ എന്നൊന്നുമില്ല. ഈ നായകനായിട്ടുള്ള അരുണ് നേരത്തെ ഏടിയായിട്ടൊക്കെ നിന്നുണ്ട്, പുള്ളി പഠിക്കാൻ നിൽക്കും. പിന്നെ നമ്മുടെ ഇന്നിരുന്നില്ല, ആരെ കയ്യിൽ എന്ത് ചെയ്യണോ അവരങ്ങ് ചെയ്യും, അല്ലാതെ ഒരു മാറി നിൽക്കില്ല. ഞാൻ ഇന്നാരാണ്, ഞാൻ ഏടിയാണ്, അല്ലെങ്കിൽ ഞാൻ ആർട്ട് ഡയറക്ടറാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാറി നിൽക്കില്ല. എൻ്റെ ജോലി അല്ല അത് എന്നല്ല പറയുക, ഞാൻ ചെയ്യാം. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ പോലെ ഞങ്ങൾ 10-30 ദിവസം അടിച്ചു പൊളിച്ച് സന്തോഷത്തോടു കൂടി ചെയ്ത ഒരു സിനിമ ചെയ്ത്. എൻ്റെ ഒരു സിനിമ ചെയ്യുന്ന ഒരു ഫീലൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഈ സിനിമയാണെങ്കിലും പഴയ കാലഘട്ടം കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ തലമുറ വെച്ച് നോക്കുമ്പോൾ അവര് കൂടുതലായി കാണുന്ന സിനിമയെക്കാളും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെ അതെ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സിനിമയുടെ റിവ്യൂസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്ക് ന്യൂസൊക്കെ കാണുന്നുണ്ട്. അതെ അതെ. അപ്പോൾ ശരിക്കും റിവ്യൂ സിനിമകളെ നശിപ്പിക്കാറുണ്ട്. എങ്ങനെ റിവ്യൂ സിനിമകളെ നശിപ്പിക്കാറുണ്ടോ? അതെന്താണെന്നറിയോ, അത് എൻ്റെ കാഴ്ചപ്പാട്, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സിനിമയുടെ ട്രെയിലർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റർ ഒക്കെ കണ്ടിട്ട് അത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാക്കാതെ ചുമ്മാ അങ്ങ് അടിച്ചു വിടുകയാണ്.
അതിപ്പോൾ ആ അടിച്ച് വിടുന്നവർക്ക് എന്തെങ്കിലും റീച്ച് കിട്ടാനാണോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ ഇത് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് കാണുക, റിലീസാവുമ്പോൾ ഓരോരുത്തരും ചെന്ന് കാണുക, കണ്ടിട്ട് ആ സിനിമയെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറയും, നിങ്ങളുടെ അഭിപ്രായം പറയും. അതിപ്പോൾ 2 പേര് അല്ലെങ്കിൽ 5 പേര് കണ്ടു കഴിഞ്ഞാൽ 5 അഭിപ്രായമായിരിക്കാം, അല്ലെങ്കിൽ 5 പേർക്കും ഒരേ അഭിപ്രായമായിരിക്കാം. അതെന്തോ ആയിക്കോട്ടെ, നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ, അവരുടെ അഭിപ്രായം പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഭാവിയിലെ ഞങ്ങളുടെ പ്രോജക്റ്റുകൾക്ക് അത്തരം തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. അതുകൊണ്ട് ഓരോരുത്തരും ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഉപരിപ്ലവമായിട്ട് കാണുന്ന അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞ അറിവ് വെച്ചിട്ട് ഒരു മോശം കമൻറ്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഒന്നും ദയവ് ചെയ്ത് ഇടാതിരിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചുള്ളൊരു വാർത്ത കണ്ടു കാണും, കാരണം എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു. കാരണം വിജി തമ്പി സാറ് ഒരു പാർട്ടിയല്ല, ഒരു സംഘടനയെ പ്രതിനിധീകരിച്ചുള്ള സംസ്ഥാന പ്രസിഡൻ്റാണ്. വിശ്വ ഹിന്ദു പരിഷത്ത്. ഞങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻ്റ് അല്ല, വിജി തമ്പി എന്നുള്ള നടനെയാണ്. പക്ഷേ പുള്ളി സീനിൽ നമ്മൾ പോലും അറിയാതെ ഉപയോഗിച്ച ഡ്രസ്സ് കാവ്യായിപ്പോയി. അത് ഞങ്ങളെ തെറ്റല്ല. അല്ല, അത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, പുള്ളുവ സമുദായക്കാരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളതിനെ കണ്ടത്. ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരാൾ കാവ്യ വസ്ത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ കാവ്യ ഡ്രസ്സ് ഇടുക എന്നുള്ളത് വേറെ ഒരു ക്ഷേത്രാചാര വിരുദ്ധമോ അല്ലെങ്കിൽ ഒന്നുമല്ല. പക്ഷെ അതിനെപ്പോലും സിനിമയെ തന്നെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി എന്നാണ് ഞങ്ങൾ നേരിട്ടു. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, പത്രത്തിലൊക്കെ വാർത്ത വന്നായിരുന്നു. അത്തരം അറ്റാക്കുകൾ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് അതിനെ നേരിടും. അതേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ. സിനിമയൊക്കെ വിഭാഗീയമായിട്ട് കാണേണ്ട കാര്യമല്ല. അതെന്തുകൊണ്ട് ഇങ്ങനെ സമൂഹം കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും? ആ സിനിമ കണ്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാതെ ഇവരെങ്ങനെ ഇത് വിലയിരുത്തുന്നു? കാരണം നമ്മളെ സിനിമ സെൻസർ ചെയ്തു, ഞങ്ങൾ കണ്ടു. പക്ഷേ ഇത് സിനിമ കാണാത്തവരാണ് നമ്മളെ സിനിമയെപ്പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ ചാനലുകൾ സൈബർ അറ്റാക്ക് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിരുന്നല്ലോ, അതും പത്രങ്ങളൊക്കെ 4 കോളം ഉള്ള രീതിയിലാണ് എഴുതിയത്, കണ്ടില്ലേ? അതുപോലെ തന്നെ വേറൊരു സംഭവം സംഭവിച്ചത്, നമ്മൾ ഈ പുള്ളുവ സമുദായം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ അഷ്ടനാഗക്കളം വരയ്ക്കാൻ വേണ്ടി പുള്ളുവരെ ഞങ്ങൾ സമീപിച്ചു. അതിനൊരു സംഘടനയുണ്ട്, അവരെ സംഭവം. അപ്പോൾ അവരെ നമ്മൾ സമീപിച്ചപ്പോഴേ അവർ ചോദിച്ചത് ഇത്രയാണ് ഫോണിൽ, സിനിമയല്ലേ? നമ്മൾ അതെ, നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞൊരു സിനിമയാണ്, എങ്കിലും സിനിമയാണെങ്കിൽ ഞങ്ങൾക്ക് ആ കളം വരയ്ക്കാൻ 1 ലക്ഷം രൂപ വേണം. അതെ, സ്ക്രിപ്റ്റ് വായിക്കണം, ഷൂട്ട് എവിടെയാണെന്ന് അറിയണം, ലൊക്കേഷൻ വന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു അവതരണ അനുമതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മനസ്സിൽ തോന്നുന്നൊരു സംഭവത്തെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി കേരളത്തിൽ ഒരു മാറ്റം വന്നോ എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ട്. അവർ പറഞ്ഞ കള ഇടുന്നതിൻ്റെ പാറ്റേൺ ഉണ്ട്, നിങ്ങൾ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശയം അവതരിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായോ കേരളത്തിൽ എന്ന് തോന്നുന്ന ഒരവസ്ഥ. കാരണം അങ്ങനെ ഒരു ഫീല് നമുക്കുണ്ടായി. അവസാനം ഈ അഷ്ടനാഗക്കളം നിവർത്തിയില്ല, ഞങ്ങൾക്കിത് എങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇദ്ദേഹത്തിന് ഇത് അറിയാം, ഇദ്ദേഹം ബ്രാഹ്മണനാണ്, പുള്ളി ചെയ്തു, കളം ഞങ്ങൾ വരയ്ക്കുന്ന അവസ്ഥയായി. കാര്യം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ യഥാർത്ഥ സർപ്പക്കാവിലാണ് ഈ അഷ്ടനാഗക്കളം ഇട്ടത്. അപ്പം ഈ അഷ്ടനാഗക്കളത്തിൽ ഈ തലമുടി അഴിച്ചിട്ട് നാഗക്കളം പൂക്കുല വെച്ച് മായ്ക്കുന്ന ആ ഒരു നാഗസമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് ഇതിനകത്തൊരു സോങ്ങിൻ്റെ കുറച്ച് പോർഷൻസും കൂടെ വേണമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ കളം വായിക്കുന്നത് അതിൻ്റെ ആചാരപ്രകാരം തന്നെ ഷൂട്ട് ചെയ്യുകയും ഈ ഡാൻസ് പോർഷൻ ഞങ്ങൾ വേറെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് നാഗക്കളം വരച്ച് അതിൽ വെച്ച് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് സോങ്ങിൽ വരുന്നത്. അപ്പം കാവിൻ്റെ പരിശുദ്ധിയും കാര്യങ്ങളും നിലനിർത്തി ഈ നാഗക്കളം മായ്ക്കലിൻ്റെ സമ്പ്രദായം അതേപടി നിലനിർത്തി അതിന് ദോഷം വരാത്ത രീതിയിൽ ചെയ്തിട്ട് ഇപ്പുറത്ത് ഞങ്ങൾ ഡാൻസിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. ഡാൻസ് എന്ന് വെച്ചിട്ട് വേറെ മോശമായിട്ടുള്ള ഡപ്പംകൂത്ത് ഡാൻസൊന്നുമല്ല, ശാസ്ത്രീയമായിട്ടുള്ള ഡാൻസാണ്. അതിൻ്റെ ആ സോങ്ങിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സോങ്ങാണത്. സിനിമയിൽ തന്നെ ഒരു ഗതി മാറ്റുന്ന ഒരു സോങ്ങാണത്. പിന്നെ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ അത്രയും രൗദ്രഭാവത്തിൽ. അത് വെച്ച് കഴിഞ്ഞാൽ 3 യൂട്യൂബിലുണ്ടത്, 3 സ്റ്റേജിലാണ് ആ ഒരു സോങ് വരുന്നത്. ആദ്യം വളരെ പതിയെ തുടങ്ങി, പിന്നെ അത് ദ്രുതതാളത്തിലേക്ക് മാറി, പിന്നെ അവിടെ നിന്ന് അതിദ്രുത താളത്തിലേക്ക് പോയി,
പിന്നെ അവിടെയാണ് ഈ കളം മായ്ക്കലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു ഞങ്ങൾ എഫർട്ട് എടുത്ത് അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നായികാങ്കിതയൊക്കെ നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഈ രാത്രിയിൽ രണ്ടാമത്തെ പോർഷൻ ഡാൻസിൻ്റെ പോർഷൻ ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ 6:30 മണിയായി തീർന്നപ്പോൾ അത്രയും സമയം തലയിട്ടടിച്ച് അവസാനം ആ കുട്ടി തല ഇറങ്ങി ഛർദ്ദിച്ച് ബോധം കെട്ട് വീണു. അത്രമേൽ ആ ഒരു കഷ്ടപ്പാട് അതിന് നായിക ഉണ്ടായിട്ടുണ്ട്. അതെ, ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ ഈ ഒരു മാധ്യമമായതുകൊണ്ട് നിങ്ങൾ ഒരു സമൂഹത്തിനോട് ചോദിക്കേണ്ട ഒരേ ഒരു നിങ്ങൾ സമൂഹത്തിനോട് ചോദിക്കേണ്ട ഒരേ ഒരു കാര്യം, നമുക്ക് സിനിമയിൽ ജാതി വർഗങ്ങളൊന്നും പാടില്ല. കാരണം വെച്ചാൽ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം പാടില്ല. മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയാൽ അത് വേറൊരു രീതിയിൽ, മോഹൻലാലിൻ്റെ ഇറങ്ങിയ വേറൊരു രീതിയിൽ, ഞങ്ങൾ കാവ്യത്തുണി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വേറൊരു രീതിയിൽ. അങ്ങനെ കോസ്റ്റ്യൂം മാത്രമായിട്ടേ കാണേണ്ട കാര്യമുള്ളൂ. കാണുക, ഇതിനെ കലയായി കാണുക. ഇത് നിങ്ങളുടെ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ്. അതുപോലെ റിവ്യൂ എഴുതുന്നവരടുത്ത് സിനിമ കാണുക, കണ്ടിട്ട് അതിന്റെ അവരുടെ അഭിപ്രായം പറയാം. കാണാതെ അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടിട്ട് നമ്മൾ കോടികൾ മുടക്കിയാണ് ചെയ്യുന്ന ഒരു ചെറിയ പ്രോജക്റ്റ് ആയിരുന്നാൽ. ഓക്കെ, താങ്ക് യു. അപ്പം തീർച്ചയായിട്ടും വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.